ഹായ് ഹായ് ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യ ധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം 5-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ന ച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം, ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. മലയാളം: ഈശ്വരീ ശക്തിയാൽ എന്നിൽ യേശുകില്ലൊന്നുപോലുമേ, ശാസിപ്പോനാത്മരൂപത്തിൽ ആവസിപ്പീലയൊന്നുമേ. ഭൂതാനി മത്സ്ഥാനി ന, ഭൂതങ്ങൾ എന്നിൽ ഇരിക്കുന്നില്ല, സ്ഥിതി ചെയ്യുന്നില്ല. മേ ഐശ്വരം യോഗം പശ്യ, എൻ്റെ ഐശ്വര്യമായ യോഗപ്രഭാവം നോക്കൂ. അതായത് മാജിക്, എൻ്റെ മായ വൈഭവം ഒന്ന് നോക്കൂ. മമ ആത്മാ, എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഞാൻ എന്ന സ്വരൂപം, ഭൂതഭാവനഃ, ഭൂതങ്ങളെ ഉണ്ടാക്കുന്നു. ഭൂതഭൃത് ഭൂതസ്ഥഃ ന ച, ഭൂതങ്ങളെ സംരക്ഷിക്കുന്നു, എന്നാൽ ഭൂതങ്ങളിൽ ഇരിക്കുന്നത് അല്ല. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ഈ ജഗത്ത് മുഴുവനായിട്ടും അവ്യക്തമൂർത്തിയായിട്ടുള്ള ഞാൻ വ്യാപിച്ചിരിക്കുകയാണ്. ജഗത്തിൽ മുഴുവനായിട്ടും ഞാൻ വ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിൽ നിന്നാണ് എല്ലാ ചരാചരങ്ങളും ഉണ്ടായത്, അവയെ ഞാൻ നിലനിർത്തുന്നതും ഞാനാണ്. അവ എന്നിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല, അതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ചെറിയൊരു സംശയം. ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്. ഞാൻ ഭൂതങ്ങളിൽ ഇരിക്കുന്നില്ല, അവ എന്നിലിരിക്കുന്നതുമല്ല, ഞാൻ അതിലുമില്ല, അവ എന്നിലുമില്ല. അപ്പോൾ ആകെപ്പാടെ കുറച്ച് കൺഫ്യൂഷനായില്ലേ. പരമാത്മാവിൽ നിന്നല്ല പ്രപഞ്ചമുണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞേ എന്നൊരു സംശയം വരും. അതിന് കുറച്ചും കൂടെ വിവരിക്കുകയാണ്. സ്വപ്നം ഉണർന്ന അവസ്ഥ എന്ന പോലെ, സ്വപ്നത്തിൽ നാം എന്തെല്ലാം കാണുന്നു അല്ലേ? നല്ല നല്ല കാര്യങ്ങൾ കാണുന്നു. അത് ഉണർന്നു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണർന്നു കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിൽ കണ്ടതൊന്നുമില്ലാത്തതുപോലെ ഒരു പ്രപഞ്ച സൃഷ്ടി അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നിങ്ങനെ ഉണ്ടായി മറിയാണ്. മാജിക്കുകാരൻ, നമ്മൾ നോക്കുമ്പോൾ മാജിക്കുകാരൻ്റെ കയ്യിൽ ഒരു ടവൽ മാത്രമേ കാണുള്ളൂ. ആ ടവൽ കൊണ്ട് അദ്ദേഹം എന്തോ ചെയ്ത് കഴിഞ്ഞ് ആ ടവൽ മാറ്റി കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്നത് ഒരു പൂവാണ്. ചിലപ്പോൾ ജീവനുള്ളൊരു മുയലായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇതെങ്ങനെ വന്നു നമ്മളെ അന്താളിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവാന്റെ ഒരു മായാജാലമാണത്, വെറും മായയാണ്. അപ്പോൾ ആ മായ സൃഷ്ടിക്കുകയാണ്. നമ്മളുടെ കൺകെട്ട് വിദ്യ എന്ന് പറയുന്ന പോലെ ഒന്നുമില്ല. സ്റ്റേജിൽ നോക്കിയപ്പം പെട്ടെന്ന് അതാ ഒരു പൂവ് വരുന്നു, ഒരു ടവലിൻ്റെ ഉള്ളിൽ നിന്ന്. ആ ടവൽ നമുക്ക് വീശി കാണിക്കുന്നു, അവരുടെ കയ്യും വീശി കാണിക്കുന്നു, ഒന്നുമില്ല കയ്യിലൊന്നും. പക്ഷേ ആ ടവൽ കയ്യിൽ വെച്ച് കയ്യൊന്ന് പൊതിയുമ്പോഴേക്കും കയ്യിൽ നിന്നത് ആ പൂവ് വരുന്നു, ഒരു കെട്ട് പൂക്കൾ ഇതാ വരുന്നു. അതേപോലെ തന്നെ എന്നിൽ നിന്നിങ്ങനെ വരികയാണ് പ്രപഞ്ചം. എങ്ങനെയാണെന്നറിയില്ല, പ്രപഞ്ചം വരുന്നു. അത് പിന്നീട് തന്നെ എന്നിൽ തന്നെ ഇല്ലാണ്ടാവും ചെയ്യുന്നു. അപ്പം ഞാൻ എല്ലാറ്റിലും വ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം എയറില്ലാത്ത, നമ്മളിപ്പോൾ അന്തരീക്ഷമാണല്ലോ പഠിക്കുന്നത്. നമ്മൾക്ക് കുറച്ച് മുകളിൽ കുറച്ച് ഉയരം വരെ അന്തരീക്ഷമുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ വായു ഇല്ലാത്ത ഒരു സ്പേസ് ഇല്ല. അങ്ങനെ വായു ഇല്ല എന്നുള്ള ഒരു സ്പേസിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് വായു എന്ന് ചോദിച്ചാലോ നമുക്കറിയില്ല. കാണാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഒരു ചലനം വേണം, എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാ പ്രപഞ്ച സൃഷ്ടിയിലും ഘടകങ്ങളായിട്ട് എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല. എന്നാലോ ഞാൻ ഇല്ലേന്ന് ചോദിച്ചാലോ ഞാനവിടെ ഉണ്ടേനി. അപ്പോൾ പ്രപഞ്ചം സൃഷ്ടാവ് അതിനെ നിലനിർത്തുകയും ചെയ്യുന്നു, അത് കഴിഞ്ഞ് അതിൽ ലയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മളെപ്പോലെ മായയിൽപ്പെട്ട് ഉഴലുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു,
എല്ലാം എന്നിൽ ലയിക്കുന്നു എന്നൊക്കെ നേരത്തെ 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ. അത് നമ്മളെ പോലെയുള്ള ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരു നമുക്കൊരു ഭ്രമത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. ശരിക്കും നമ്മൾ ഇപ്പോൾ ഇരുട്ടിൽ ഒരു കയറ് കണ്ടിട്ട് നമുക്ക് പാമ്പായിട്ട് തോന്നുന്നു. അവിടേക്കൊരു ടോർച്ച് അടിച്ച് നോക്കി അത് പാമ്പല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. വെളിച്ചം വന്നപ്പോൾ പാമ്പില്ല. അപ്പോൾ പാമ്പ് എവിടെയാണ് ഉണ്ടായിരുന്നത്? പാമ്പുണ്ടായിട്ടില്ല. പക്ഷെ പാമ്പുണ്ടായില്ലേ? ഊവല്ലോ, ഞാൻ കണ്ട് പേടിച്ചല്ലോ. അപ്പോൾ പാമ്പുണ്ടായി. എവിടെ നിന്നാണ് വന്നത്, എവിടേക്കാണ് പോയത് അറിയില്ല. നമ്മൾ വെളിച്ചം കൊടുത്ത് നോക്കിയപ്പം പാമ്പ് അവിടെ ഇല്ല. ആ കയറിനെയാണ് നമ്മൾ പാമ്പെന്ന് നനച്ചത്. അപ്പോൾ ഒന്നും ഒന്നിൽ നിന്നും ഉണ്ടാകുന്നില്ല, ഒന്നും ഒന്നിൽ ലയിക്കുന്നുമില്ല. സാക്ഷാൽ പരമാത്മാവ് മാത്രമാണ് എന്നും നിലനിൽക്കുന്നത്. ഭൂതങ്ങൾ എന്നിലിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ ആത്മാവ് ഭൂതങ്ങളെ ഉണ്ടാക്കുന്നു, ഭൂതങ്ങളെ ഭരിക്കുന്നു. ഭൂതങ്ങളിരിക്കുന്നതല്ല, ഭൂതങ്ങളിൽ ഇരിക്കുന്നത് ഞാനല്ല. എന്നാൽ ഞാനല്ലേ എന്ന് ചോദിച്ചാലോ, ഉണ്ട്. ഇപ്പോൾ കടലിൽ തിരയുണ്ടാവുന്നുണ്ട് അല്ലേ? ആ തിരയിൽ മുഴുവനായിട്ടും കടലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കടലില്ലേ ചോദിച്ചാൽ കടലിൽ നിന്നാണല്ലോ, ആ വെള്ളത്തിൽ നിന്നാണ് തിരയുണ്ടായത്. എന്നാൽ കടലിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. മണ്ണിൽ നിന്ന് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. പൊട്ടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് മണ്ണായി തന്നെ മാറുന്നു. പക്ഷേ പാത്രങ്ങളിൽ മാത്രമാണോ മണ്ണ് എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാറ്റിനും ഈ പ്രപഞ്ചത്തിനാകെ ഒരു അധിഷ്ഠാനമായിരിക്കുന്ന അല്ലേ, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് നമ്മൾ പറയുന്ന പോലെ എല്ലാറ്റിനും അധിഷ്ഠാനമായിട്ട് ഒരു ബേസ് ഉണ്ട്. ആ ബേസ് ആരാണ്? സാക്ഷാൽ പരമാത്മാവാണ്. ഇതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി 6-ാമത്തെ ശ്ലോകം. യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനി ഇത്യുപധാരയ. മലയാളം. എങ്ങും തങ്ങുന്ന പവനൻ തെങ്ങുന്നതാകാശമെന്ന പോൽ ജീവിവർഗങ്ങളഖിലം മേവുന്നെന്നു ധരിക്കുക. സർവത്ര സഞ്ചരിക്കുന്ന മഹാൻ വായു യഥാ, ആ മഹാൻ കരുത്തുറ്റ വായു എപ്രകാരമാണോ നിത്യം ആകാശസ്ഥിത, എപ്പോഴും ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത്, തഥാ സർവാണി ഭൂതാനി, അപ്രകാരം അപ്രകാരമാണ് എല്ലാ ഭൂതങ്ങളും മത്സ്ഥാനി, എന്നിലിരിക്കുന്നത്, ഇതി അവധാരയ, എന്ന് നീ അറിയുക. അപ്പോൾ നേരത്തെ 5-ാമത്തെ ശ്ലോകത്തിൽ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വന്നു. ആദ്യം ഞാൻ അല്ല എന്ന് പറയുന്നു, പിന്നെ ഞാൻ ആണെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ അർജുനന് നമ്മളെപ്പോലെ തന്നെ, അർജുനനെ പോലെ നമ്മൾക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോലെ അർജുനന്, രണ്ടും പറയാം. അവിടെ അർജുനനാണല്ലോ ഗീത ഉപദേശിക്കുന്നത്. അതുകൊണ്ട് അർജുനന് ഒരു കൺഫ്യൂഷൻ വന്നോ എന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ച് ഒന്നും കൂടെ ഉദാഹരണം പറയുകയാണ്. സർവത്ര സഞ്ചരിക്കുന്ന വായു എവിടെയാണ്? ആകാശത്തിലാണ് നമ്മൾ വായു എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ അന്തരീക്ഷത്തിലാണ് വായു. എന്നാൽ വായു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സാധനങ്ങൾ ചലിക്കുമ്പോഴാണ്. അതായത് ഇല ഇളകുമ്പോഴോ അല്ലെങ്കിൽ കാറ്റ് വന്ന് വേറെ എന്തെങ്കിലും വസ്തുക്കൾക്ക് ചലനം സംഭവിക്കുമ്പോഴാണ് നമ്മൾ വായു അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ശ്വസിക്കുന്നതും വായു തന്നെയാണല്ലോ. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ശ്വാസോച്ഛ്വാസം നമ്മൾ ചെയ്യുന്ന സമയത്ത് എയറിനെയാണ്, വായുവിനെയാണ് നമ്മളകത്തേക്ക് എടുക്കുന്നില്ല. ഓക്സിജനെ മാത്രം എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വായുവിനെ എടുക്കുന്നു, ഓക്സിജൻ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ വായു ചലിക്കുന്ന സമയത്ത് ആകാശം ചലിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ ആകാശത്തിലല്ലേ വായു എന്ന് ചോദിച്ചാൽ അതെ, ആകാശം അവിടെ ഉണ്ടെങ്കിലും വായു അതിലുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കുന്നത് അത് ഇളകുമ്പോൾ മാത്രമാണ്. ഇതുപോലെ തന്നെ എല്ലാ ഭൂതങ്ങളും എന്നിൽ ഇരിക്കുന്നത് ഇതുപോലെയാണ് എന്ന് നീ മനസ്സിലാക്കുക. ഇപ്പം നമ്മളുടെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ചാടി ഓടി നടക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ചിന്തകളെ പിടിച്ചു നിർത്താൻ ഭയങ്കര പ്രയാസമാണെന്ന് നമ്മൾ എല്ലാ ശ്ലോകങ്ങളിലും തന്നെ പറയുന്നുണ്ട്. എവിടേക്ക് വേണമെങ്കിലും ഓടിപ്പോകാൻ പറ്റുമവർക്ക്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു 4 ചുമര് കെട്ടി നമുക്ക് അവരെ അവിടെ സംരക്ഷിക്കാനായിട്ട് പറ്റില്ല. അതേപോലെ ഈ ചിന്തകളിങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിലും
നമ്മളുടെ എവിടുന്നാണോ ചിന്തകൾ വരുന്നത് അത് ഉറച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ മാറി മറിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വായു ആകാശത്തിൽ നിന്നുണ്ടാവുന്നു, അവിടെ തന്നെ നിലനിൽക്കുന്നു, എല്ലാ സ്ഥലത്തും വായു ഉണ്ട്, ഇനി ലയിക്കുമ്പോഴും ആകാശത്തിൽ തന്നെ ലയിക്കുന്നു. അതേപോലെ ഞാനൊരു മായ സൃഷ്ടിക്കുകയാണ്, ഞാനൊരു തമാശ കാണിക്കുകയാണ്, ഞാനൊരു മാജിക് കാണിക്കുകയാണ്. എന്താണ്? പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. നമ്മൾ പെട്ടെന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് പ്രപഞ്ചം വരുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, വീണ്ടും പ്രപഞ്ചം മറയുന്നു, മിന്നി മറിയാണ്. അപ്പോൾ ഇത് ആരെ അധിഷ്ഠാനമാക്കിയിട്ട് തിരിയുന്നു എന്ന് പറഞ്ഞ പോലെ എന്തിനെ ആധാരമാക്കിയിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടന്നത്? എന്നെ, പരമാത്മാവിനെ ആധാരമാക്കിയിട്ടാണ് നടന്നത്. അപ്പോൾ ആ ആധാരം, ആകാശം ചലിക്കുന്നില്ല, വായു ചലിക്കുന്നു എന്ന് പറയുന്ന പോലെ പരമാത്മാവിന് യാതൊരു ഇളക്കവും സംഭവിക്കുന്നില്ല, പക്ഷേ ചെയ്യുന്നു. അപ്പോൾ ആകാശം പോലെ നിർവികാരനായിട്ട് അചഞ്ചലനായിട്ട് പ്രപഞ്ചം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നത് ആരാണ്? അതിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ള സാക്ഷാൽ പരമാത്മാവാണ്. വായുവിൻ്റെ ഗുണങ്ങളൊന്നും ആകാശത്തിനില്ല, ആകാശത്തിൻ്റെ ഗുണമൊന്നും വായുവിനുമില്ല. ഇപ്പം നേരത്തെ ഹൈഡ്രജനും ഓക്സിജനും കൂടെ വാട്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ ഗുണമോ അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഗുണമോ അല്ല വാട്ടർ, അതിന് വേറെ പ്രത്യേകതകളാണ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ അന്തരീക്ഷം അല്ലെങ്കിൽ ആകാശം എന്ന് നമ്മൾ പറയുമ്പോൾ അത് കുറച്ച് ഉയരത്തിലേക്ക് അല്ലേ, നമ്മളെക്കാൾ നമ്മുടെ മുകളിൽ, തലയ്ക്ക് മുകളിൽ കുറച്ച് ദൂരത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളുടെ വിവരം, അതായത് നമ്മളുടെ അജ്ഞാനം. നമുക്കൊരു പ്രപഞ്ചം എന്ന് പറയുന്നത് കുറച്ച് ദൂരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നമ്മൾക്ക് അറിയുന്ന ഒരു പരിധി വരെ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് മുഴുവനും വ്യാപിച്ച് കിടക്കുന്നതാണ് സാക്ഷാൽ പരമാത്മാവ് എന്ന് നമ്മൾ ഇതിനു മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു സംശയം വരികയാണ്, ഈ സൃഷ്ടിയുടെ ആവർത്തനം പറഞ്ഞല്ലോ നേരത്തെ, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെപ്പറ്റി നമ്മൾ വേറൊരു ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ ആ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നു പകൽ സമയത്ത്, അത് കഴിഞ്ഞാൽ രാത്രിയാവുമ്പോൾ അതിൽ ലയിപ്പിക്കുന്നു, എന്നിൽ തന്നെ ലയിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അതെങ്ങനെയാണ് വിവരിക്കുന്നത് എന്നുള്ളതാണ് 7-ാമത്തെ 8-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ ഒരു ഇച്ഛ കൊണ്ട് നിലനിൽക്കുകയാണ്, സൃഷ്ടിച്ചതാണ്, അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. എല്ലാം ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. ഭഗവാന്റെ ഹിതമനുസരിച്ചല്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് നടക്കാൻ പോകുന്നില്ല. ഒരു പുല്ല് ഇളകണമെങ്കിൽ വരെ ഭഗവാന്റെ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ അറിയണം. അപ്പോൾ ആരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചാണോ ഇതിൻ്റെ പ്രവർത്തനം, അതാണ് നമ്മൾ പരമാത്മാവ് എന്ന് വിളിച്ചത്. അപ്പോൾ ജീവജാലങ്ങളുടെ മുഴുവൻ സൃഷ്ടിയും അവരുടെ നിലനിൽപ്പ്, സ്ഥിതിയും ഇനി ലയിക്കൽ, അവരുടെ സംഹാരവും എല്ലാം നടക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വഴങ്ങി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം തന്നെ അതിലൊന്നും ഭഗവാൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടോ എന്ന് ചോദിച്ചാലോ ഉണ്ട്. ഭഗവാൻ ഇതിൽ നിന്നെല്ലാം അപ്പുറമാണ്. ആകാശം പോലെ വായു ഉണ്ടെങ്കിലും ആകാശം ഇല്ലേ എന്നാലല്ലേ വായു എന്ന് ചോദിക്കും. ഇനി ആകാശത്തിൻ്റെ അപ്പുറത്ത് അല്ലേ നമ്മൾ പറയുന്ന അന്തരീക്ഷത്തിൻ്റെ പുറമേ ഉണ്ട് എന്ത്, സ്പേസ്, വാക്വമുണ്ട്, എയറില്ലാത്ത ഭാഗങ്ങളും ഉണ്ടല്ലോ. അതേപോലെ എല്ലാറ്റിൽ നിന്നും അതീതനായിട്ട് ഭഗവാൻ നിലനിൽക്കുന്നു. പക്ഷേ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഇത് വന്നത്. ഭഗവാൻ ഒരു തമാശ പോലെ, ഒരു മാജിക് പോലെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുകയാണ്. നമ്മളെ മാതിരത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. ഭഗവാന്റെ ഒരു സൃഷ്ടിയാണ്. പക്ഷേ യോഗികളായ ആൾക്കാർ ഇത് മനസ്സിലാക്കും, സ്വപ്നത്തിൽ കണ്ടതൊന്നും യാഥാർത്ഥ്യമല്ല, ഉണർന്നു കഴിഞ്ഞാൽ അവയൊന്നും നിലനിൽക്കുന്നില്ല എന്ന്. ഇനി 7-ാമത്തെ ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. തസ്മിൻ പരാത്മന്നനുപാത്മകൽപേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.